ആലപ്പുഴ കുട്ടനാട്ടിൽ 19 വർഷം മുൻപ് നിർമ്മിച്ച വാട്ടർ ടാങ്ക് ഉപയോഗശൂന്യമായി കിടക്കുന്നതായി പരാതി. തലവടി പഞ്ചായത്തിലാണ് ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ചിട്ടും വാട്ടർ അതോറിറ്റി ഇതുവരെ വെള്ളം നിറയ്ക്കാത്ത ടാങ്ക് ഉള്ളത്. വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി നാട്ടുകാർ നെട്ടോട്ട് മൂടുമ്പോഴാണ് തലപ്പൊക്കത്തിൽ ജലസംഭരണി കാഴ്ച വസ്തുവായി മാറുന്നത്. 2006 പണിഞ്ഞതാണ്. അതിപ്പം ചുമ്മാ കിടക്കുക നോക്കൂത്തിയായിട്ട്. ഒരു പ്രയോജനവും ഇല്ല, വെള്ളമില്ല, നാട്ടുകാർക്കും ഇല്ല, മദ്യപാനം അതിൻ്റെ അകത്ത്. 2006 അപ്പർ കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത്. 4,50,000 ലിറ്റർ സംഭരണശേഷിയിൽ പടുകൂറ്റൻ വാട്ടർ ടാങ്ക് നിർമ്മിച്ചുവെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ടാങ്കിലേക്ക് എത്തിയില്ല. ഫലത്തിൽ വാട്ടർ ടാങ്ക് നിർമ്മിച്ചു തരാം, പക്ഷേ വെള്ളമുണ്ടാകില്ല എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. ഇത്രയും കാലമായിട്ട് ഞങ്ങൾ അധികാരികൾ പോലും ഇതിനു വേണ്ടി ഒരു മുൻകൈ എടുക്കാനോ അതിനോടൊപ്പം ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങൾക്ക് എന്താണ് വേണ്ടെന്നുള്ളത് പറയാനോ ചോദിക്കാനൊന്നും ഇതുവരെ ആരും വന്നിട്ടില്ല. ഞങ്ങളുടെ ഈ തലവടി പ്രദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇത് നോക്കേണ്ടത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോഴും വേനൽക്കാലത്ത് കുട്ടനാട്ടിലും പ്രത്യേകിച്ച് തലവടി പഞ്ചായത്തിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. നിലവിൽ കാടുമൂടിയ പ്രദേശത്ത് പദ്ധതിക്കായി കൊണ്ടുവന്ന പൈപ്പുകളും വെറുതെ കിടക്കുകയാണ്. കാലപ്പഴക്കം വന്നതോടെ ജലസംഭരണിയുടെ തൂണുകളും പൈപ്പുകളും ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയിലാണ്. ഇത് വെറുതെ ഇങ്ങനെ പണിതിട്ടിരിക്കുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ കുറേ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഏരിയ ആയി മാറിയിരിക്കുക. ഇതിൻ്റെ അടി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കാട് പിടിച്ച് ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടാണ് ഇത് മെയിനായിട്ട് ഇവിടെ വെള്ളവടിയും മറ്റുള്ള കാര്യങ്ങളും ശരിക്കും സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുക. തിരുവല്ലയിൽ നിന്നാണ് നിലവിൽ തലവടിയിലേക്ക് കുടിവെള്ളം എത്തുന്നത്. പകൽ തലവടിയിലും രാത്രി എടത്വ പഞ്ചായത്തിലുമാണ് വിതരണം. തലവടി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ശുദ്ധജല പ്ലാന്റിൽ നിന്നും 1500 മീറ്റർ നീളത്തിൽ ഒരു പൈപ്പ് ഘടിപ്പിച്ചാൽ ടാങ്കിൽ വെള്ളം എത്തിക്കാമെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും പറയുന്നത്. പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ കുട്ടനാടിൻ്റെ ദാഹത്തിന് എന്നേ ശമനമായേനെ. ഈ കുടിവെള്ള സംഭരണിയിലും അടിയന്തരമായി ജലമെത്തിച്ച് തലവടി പഞ്ചായത്തിൻ്റെ ദാഹത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആലപ്പുഴയിൽ നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.